നമ്മുടെ ഹൃദയത്തിലെ താല്പര്യങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവത്തിൻ്റെ ഹിതവുമായി ബന്ധിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നതത്രേ വാണ്ട് വാട്ട് ഗോഡ് വാണ്ട്സ്. ദൈവം ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുക എന്ന് വച്ചാൽ നോട്ട് മൈ വിൽ ബട്ട് യുവേഴ്സ് ബി ഡൺ. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. സ്വന്തം ജ്ഞാനത്തെക്കാൾ കർത്താവിൻ്റെ ജ്ഞാനത്തെ വിശ്വസിക്കുക. കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമാകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക. വ്യക്തിപരമായ അംഗീകാരത്തെക്കാൾ കർത്താവിൻ്റെ മഹത്വം തേടുക. ഇവയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഒറ്റ വാക്കിൽ അപഗ്രഥിച്ചാൽ ദൈവത്തെ അനുസരിക്കുക എന്ന തത്വമാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ, ആരാധിച്ചാൽ മാത്രം പോരാ, അനുഗമിച്ചാൽ മാത്രം പോരാ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പൂർണ്ണ പ്രസാദം ദൈവത്തിൽ നിന്നും ലഭിക്കണമെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കണം. അനുസരണക്കേടാണ് ഭൂമിയിലെ ആദ്യത്തേതും വലിയ പാപവുമെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നതാണ് ദൈവത്തോടുള്ള ബന്ധത്തിലെ ഏറ്റവും മഹത്വകരമായ കാര്യം. ദാവീദിനെ പറ്റി തിരുവചനം വിശേഷിപ്പിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 13-22 എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്നാണ്. ദാവീദ് അങ്ങനെ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റി ജീവിക്കുകയും ചെയ്തത് നിമിത്തം ഒടുവിൽ പരിശുദ്ധാത്മാവ് ദാവീദിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് അത്രേ രാജാക്കന്മാരുടെ 1 പുസ്തകം 15 ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്യനായ ഊരിയാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തൻ്റെ ആയുഷ്കാലത്തൊരിക്കലും വിട്ടുമാറിയിട്ടില്ല. ദൈവത്തിൻ്റെ ആഗ്രഹം തൻ്റെ ആഗ്രഹവുമായി കൊണ്ടു നടന്ന മറ്റൊരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് താൻ ഇങ്ങനെ എഴുതി, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-21 എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആകുന്നു എന്ന്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ നിന്ന് സുവിശേഷം പ്രചരിപ്പിക്കുന്നതിലേക്ക് പൗലോസിൻ്റെ ആഗ്രഹം രൂപാന്തരപ്പെട്ടു. നമുക്കോരോരുത്തർക്കുമുണ്ട് ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങൾ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നാം ആഗ്രഹിക്കുവാൻ തുടങ്ങും. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങ് സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുവാനും അങ്ങ് വെറുക്കുന്നതിനെ വെറുക്കുവാനുമായി എൻ്റെ ഹൃദയത്തെ ഇന്ന് രൂപപ്പെടുത്തണമേ. എന്നിൽ അങ്ങയെ എതിർക്കുന്നതിനെ തകർക്കണമേ. എൻ്റെ ഇഷ്ടത്തെ അങ്ങയുടെ ഇഷ്ടവുമായി യോജിപ്പിക്കണമേ. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.